സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. പരിശുദ്ധ മറിയത്തിന്റെ മാതൃത്വത്തിൽ നാം മക്കളാണെന്ന് തിരിച്ചറിയണം. എന്നാൽ ലിയോ 14 മാർപ്പാപ്പയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഈ വർഷത്തെ രൂപത മാതൃവേദി വാർഷികതയ്ക്ക് രൂപ നൽകുകയാണ്. തിരുനാൾ പ്രസംഗകൻ, വിദ്യാർത്ഥികളുടെ പ്രിയങ്കരനായ പ്രഭാഷകൻ, നിലവിൽ ഓൾ കേരള ഓർഫനേജ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ്, ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ, പുല്ലഴി സെന്റ് ജോസഫ് ഹോം ഡയറക്ടർ, നിസ്തുലമായ സേവന രംഗത്തെ ഏകപക്ഷീയവും ഉപദ്രവകരവുമായ സർക്കാർ നയങ്ങളെ ശക്തിയുക്തം എതിർക്കുകയും തിരുത്തുകയും ചെയ്യുന്ന കൺട്രോൾ ബോർഡ് അംഗം എന്ന നിലയിൽ കേരളത്തിലെ ഓർഫനേജുകൾക്കെല്ലാം ആശ്രയിക്കാവുന്ന അത്താണിയാണ്. അച്ഛൻ പറഞ്ഞ ഉടൻ തന്നെ AC ഇടാൻ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് അത് ഒരു മധ്യസ്ഥ പ്രാർത്ഥന. ഇന്ന് നമ്മുടെ ഒരു വർഷത്തെ വാർഷിക പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കാൻ പോവാണ് അല്ലേ? ഞാന് മാതൃവേദിയുമായിട്ടുള്ള എൻ്റെ ബന്ധം തുടങ്ങുന്നത് എൻ്റെ അമ്മച്ചിയിലൂടെയാണ്. എൻ്റെ വീട് പീച്ചിയിലാണ്. പീച്ചിയിൽ വല്ലവരും വന്നിട്ടുണ്ടാ? 4 പേരാണ് വന്നിരിക്കുന്നത്. ഇഷ്ടത്തോടെ ജീവിക്കാൻ നമുക്ക് 3 കാര്യങ്ങൾ വേണം. 1, എന്നെ സ്നേഹിക്കാൻ, എനിക്ക് സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാകണം. ശരിയല്ലേ? അല്ലേ? എന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാവണം, എനിക്ക് സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാവണം. വേണ്ടേ? വേണ്ടേ? ഞാൻ നെക്സ്റ്റ് ഡി എഡിഷൻ സെന്ററിന്റെ ഡയറക്ടറായിരുന്നു. അവിടെ ചില ചേച്ചിമാരൊക്കെ വരും, അമ്മമാര്. അവര് സങ്കടത്തോടുകൂടെ കരഞ്ഞു പറയുന്ന ഒരു കാര്യം ഇതാണ്: എന്തിന് ജീവിക്കണം അച്ഛൻ, എന്തിന് ജീവിക്കണം? ചെറുപ്പത്തിലെ അപ്പൻ കുടിയിൽ ഇടിയായിരുന്നു. വലിയ പ്രതീക്ഷയോട് കണ്ടോ, ഒരാളുടെ വ്യക്തിത്വ വികസനത്തിന് വളരെ പ്രധാനപ്പെട്ട മൈക്കൊക്കെ മുമ്പ് കാണുമ്പോ ഈ മൈക്കൊക്കെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മൈക്ക് ഇങ്ങനെ ആവുന്നത് ഇപ്പൊ ഇങ്ങനെയല്ല, 2 കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കത്തി അല്ലേ? ലീഡർഷിപ്പ് ക്വാളിറ്റി, പ്രസംഗ ചാതുര്യം, മറ്റുള്ളവർ അഭിസംബോധന ചെയ്യാനുള്ള ഒരു ആർജവത്വം ഒക്കെ നമുക്ക് മാതൃവേദിയിൽ നിന്ന് കിട്ടി ഇല്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? ചെല്ലുമ്പോ തന്നെ ആദ്യം തന്നെ മോളെ നീ ഒരു സ്വാഗതം പറഞ്ഞു. നമ്മളെ പൊരിക്കോ? എന്ത് ഞാൻ ചോദിക്കുമ്പോ പറയാൻ പൊരിക്കോ? പൊരിക്കോ? ഇത്ര സ്വരമുള്ളൂ. ഈ കുശുമുഖത്തൊക്കെ നല്ല സ്വരം ഉണ്ടല്ലോ. ഇപ്പൊ എന്താ സ്വരം ഇല്ലല്ലോ. നമ്മൾ ഈ 3 വർഷക്കാലം നമ്മള് പൊരിക്കോ? നല്ല മാതൃക ചെയ്യോ? 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 ഈ ഫ്രണ്ടിൽ ഇരിക്കണോ ഒരു കുഴപ്പമില്ല. ചെയ്തോ? ചെയ്തോ? അങ്ങനെയാണോ? ചെയ്യോ? ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഇത്രയും നേരം നിങ്ങൾ എന്നെ സഹിച്ചതിന് താങ്ക് യു വെരി മച്ച്. അതിമനോഹരമായ ക്ലാസ് അമ്മമാർക്ക് വേണ്ടി നയിച്ച ലിജോയ്സിന് നന്ദി പറയുന്നതിന് ശ്രീമതി ഡോളി കുര്യാക്കോസിനെ എക്സിക്യൂട്ടീവ് മെമ്പർ, അതിരൂപത എക്സിക്യൂട്ടീവ് മെമ്പർ ഡോളി കുര്യാക്കോസിനെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. വളരെ സരസമായ ഭാഷയിൽ എന്നാൽ കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ ഒരു അമ്മ എങ്ങനെയായിരിക്കണം മാതൃവേദിയെ നയിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു. അതിനൊന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്, ദൈവജനം നമ്മളെ തിരഞ്ഞെടുത്തു, നാം അത് സ്വീകരിച്ചു. അത് മാതൃവേദിയിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് വെളിപ്പെടുത്തി. പ്രാർത്ഥന ആദ്യമായി നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. പ്രാർത്ഥന നയിക്കുന്നത് ശ്രീമതി ഷീല ജോസ്. മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുള്ള വലിയ കൃപ ചൊരിയുവാൻ അമ്മയും മാതാവ് തിരുക്കുമാറിനോട് പ്രാർത്ഥിക്കണം. നല്ല ചൂടൊക്കെ ഉണ്ടെന്ന് അറിയാം. എന്നാലും ഇന്ന് ഈ അവസരത്തിൽ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. നമ്മുടെ ഈ വർഷത്തെ 2026 വർഷത്തെ വാർഷിക പദ്ധതിയുടെ പ്രകാശന കർമ്മം നടക്കുകയാണ് ഇവിടെ. ഈ യോഗത്തിലേക്ക് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയ ബഹുമാന നമ്മുടെ ഫാമിലി അപ്പോസ്തലേറ്റ് മാതൃവേദി ഡയറക്ടർ ട്വിങ്കിൾ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ യോഗത്തിലെ സാന്നിധ്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ബീന ചേച്ചി, ഗ്ലോബൽ മാതൃവേദി പ്രസിഡന്റ്, മുൻ അതിരൂപത മാതൃവേദി പ്രസിഡന്റ് ബീന ചേച്ചിയെയും ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ മറിയത്തിന്റെ മാതൃത്വത്തിൽ നാം മക്കളാണെന്ന് തിരിച്ചറിയണം എന്ന ലിയോ 14 മാർപ്പാപ്പയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട്
ഈ വർഷത്തെ അതിരൂപത മാതൃവേദി വാർഷിക പദ്ധതിക്ക് രൂപം നൽകുകയാണ്. ഇന്നത്തെ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. നമ്മുടെ സീറോ മലബാർ ഗ്ലോബൽ മാതൃവേദിയുടെ പ്രസിഡന്റായിരിക്കുന്ന ശ്രീമതി ബീന, നമ്മുടെ മാതൃവേദി അതിരൂപത മാതൃവേദിയുടെ പ്രസിഡന്റ് ഉജ്ജ്വല ബിജു, അതിരൂപത മാതൃവേദി എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, സ്നേഹമുള്ള അമ്മമാരെ, വളരെ സന്തോഷമുണ്ട്. 2026-27 വർഷത്തിലെ നമ്മുടെ പ്രവർത്തന കർമ്മ പരിപാടികൾക്ക് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ ഒന്നു ചേർന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിന് ആമുഖമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ലിജോ അച്ഛൻ വളരെ മനോഹരമായ രീതിയിൽ ഒരു മാതൃവേദി അംഗം ഇടവകയിൽ എങ്ങനെ പെരുമാറണം, അതിനെങ്ങനെ നേതൃത്വം കൊടുക്കണം, നമുക്ക് ലഭിക്കപ്പെടുന്ന സമയവും കഴിവും സാധ്യതകളും നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് അച്ഛൻ വളരെ സരസമായ രീതിയിൽ നമുക്ക് ക്ലാസ് നൽകി. അതുകൊണ്ട് ഈ വർഷം നമ്മൾ ഈ കർമ്മപതിയുടെ ആദ്യത്തെ വചനം നമ്മളിപ്പോൾ റീത്ത ചേച്ചിയാണെങ്കിലും ഉജ്ജ്വലയാണെങ്കിലും ഇവിടെ അവതരിപ്പിച്ചു. പരിശുദ്ധ മറിയത്തിൻ്റെ മാതൃത്വത്തിൽ നാം മക്കളാണെന്ന് തിരിച്ചറിയണം. ലിയോ മാർപ്പാപ്പ മാതൃത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം നൽകുന്നതാണ് നമ്മുടെ കർമ്മ പദ്ധതിക്ക് ആമുഖമായിട്ട് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഗ്ലോബൽ മാതൃവേദിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശദീകരിക്കുവാൻ വേണ്ടി എല്ലാവരും സുഖമായിരിക്കുന്നുല്ലേ? സന്തോഷമായിരിക്കുന്നു. നമുക്കറിയാം എന്താണ് ഗ്ലോബൽ എന്നൊക്കെ അറിയാത്തവരുണ്ടാവും. നമുക്ക് 35 രൂപതകളാണ് സീറോ മലബാർ സഭയ്ക്കുള്ളത്. അതിലെ 35 രൂപതകളിലും മാതൃവേദി നിലകൊള്ളുന്നു. മാത്രമല്ല രൂപതകളാവാത്ത ഗൾഫ് മേഖലയിലും നമുക്ക് മാതൃവേദി സംഘടനയുണ്ട്. ഇതെല്ലാതും കൂടിച്ചേർന്നതാണ് നമ്മൾ ഗ്ലോബൽ സമിതി എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഗൾഫ് മേഖലയിലെ റിയാദ്, ജിദ്ദ, അതുപോലെ ഖത്തർ, ദുബായ്, ഇവിടെയൊക്കെ പള്ളികളിൽ നമുക്ക് മാതൃവേദി രൂപീകരിച്ചു എന്നത് വളരെ സന്തോഷമാണ്. കാരണം ഒരു കാലത്ത് അവിടെ പ്രാർത്ഥന ഇല്ലാതിരുന്ന ഗൾഫ് നമ്മുടെ സൗദി അറേബ്യയിലാണ് ഈ അടുത്ത കാലത്ത് റിയാദിലും ജിദ്ദയിലും രൂപീകരിച്ചു. വാർഷിക പദ്ധതിയുടെ പ്രകാശന കർമ്മത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ അഭിമന്യുവിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സുവർണ ജൂബിലി നിറവിൽ നിൽക്കുന്ന പിതാവ് ഇന്ന് തൃശൂർ അതിരൂപത എല്ലാ പോരാട്ടങ്ങളും ഭംഗിയായി നിർവഹിക്കുവാൻ ദൈവപിതാവിനെ യോഗ്യനാകട്ടെ. പിതാവിന്റെ ഫീസ്റ്റ് ഡേയുടെ ഭാഗമായി നമ്മൾ കേക്ക് നമ്മുടെ മാതൃവേദിയുടെ സ്നേഹം മുതിരുവാൻ വേണ്ടി പിതാവ് കേക്ക് മുറിക്കാൻ പോവുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ പിതാവിനെ കേക്ക് മുറിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഇന്ന് ബർത്ത്ഡേയുള്ളവര് വരിക. ബർത്ത്ഡേയുള്ളവർ കൈവരിച്ച് ഇന്ന് ബർത്ത്ഡേയുള്ളവർ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ മന്ത്രങ്ങൾ Ready? 1, 2, 3. Happy greetings to you. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടെ മാതൃവേദി വളരെയേറെ ശക്തീകരിക്കപ്പെട്ടു എന്ന് നിങ്ങളുടെ കുടുംബകൂട്ടായ്മ കൺവെൻഷനിൽ മാതൃവേദിക്കാർ വന്ന സാന്നിധ്യം കൊണ്ട് തെളിവായി. മാത്രമല്ല ഇനിയും ശക്തീകരിക്കപ്പെടണം. ഇനി നിങ്ങൾക്ക് നല്ല എന്താ പറയുക നേതൃത്വം ഉണ്ടാകണം. സാമൂഹ്യ രംഗത്ത്, സർക്കാർ ജോലിയിൽ, രാഷ്ട്രീയ രംഗത്ത് എല്ലാവരും ഒരുമിച്ചുണ്ടാകണം. അതിലൂടെ ശക്തീകരിക്കേണ്ട അനുഭവത്തോടുകൂടി ഈ വാർഷിക പദ്ധതി പ്രകാശിതമാക്കി എന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. എല്ലാവരും കൂടി പിടിക്കുക. അതെ, ഞാനും കൂടി പിടിച്ചു. ഫോട്ടോ എടുത്താ വരില്ലേ? ഉഷാറാക്കില്ലേ? അപ്പൊ എല്ലാവർക്കും ശക്തമായി മാതൃവേദി, തൃശ്ശൂരത്ത് മാതൃവേദി ശക്തമായെന്നൊക്കെയാണെന്ന് എല്ലാവരും പറയുന്നത്. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അത് തെളിയിച്ചു. ഇത് കഴിഞ്ഞ് വാർഷിക പദ്ധതികൾ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് ഇതിന് ഓരോ മാസത്തേക്കും ഓരോ പരിപാടി കണ്ടു. ഇടവകതലം, കൊറോനാതലം, രൂപതാതലം അത് ഏറ്റവും ഭംഗിയായിട്ട് നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആശംസയോടെ ഈ ചെറിയ കോപ്പിയും കൊറോണ പ്രസിഡന്റുമാര് പ്രസിഡന്റ് ചേർക്കര, ലൂർദ്, ബസിലിക്ക,
ഈ പ്രസിഡന്റുമാര് അവരുടെ ഇടവകൾക്കുള്ള സാധനം അവിടെ വാങ്ങിച്ചു വട്ടാഞ്ചേരി, നന്നായിട്ടുണ്ടല്ലേ? എരുമപ്പെട്ടി, വേലൂര്, മറ്റം, ഒല്ലൂര്, പാലിയൂർ, പട്ടിക്കാട്, പറപ്പൂർ, നല്ല ഫോട്ടോ എടുത്തോട്ടോ. പുത്തൂർ, പഴുവിൽ, പുതുക്കാട്. 16 അതായത് കൊറോണ പ്രസിഡന്റുമാരെ അവരുടെ പണികൾക്കുള്ള ഒരു കെട്ടിലാക്കി വലിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകേണ്ടതാണ്. ഓരോ കോഴിപ്പുള്ളിയുടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? കൊറോണ പ്രസിഡന്റുമാരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇന്നത്തെ എല്ലാ പരിപാടികളും വളരെ മനോഹരമായി സഹായിച്ച് ദൈവത്തിന് അതിനെ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നടക്കട്ടെ. ആദ്യമായി നമുക്ക് വാർഷിക പദ്ധതി പ്രകാശനം നടത്തിയ പിതാവിനെ ഏറെ സ്നേഹത്തോടെ നന്ദി അറിയുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ക്ലാസ് എടുത്ത് തന്ന ജിജോച്ചനെയും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയുകയാണ്. നമുക്ക് വാർഷിക പദ്ധതിയെക്കുറിച്ച് എല്ലാവരും വ്യക്തമായി കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും എല്ലാ വിവരണങ്ങളും നൽകിയ പിന്നച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ അതിന് ബ്ലോഗിലെ ജനതയിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും